അകമഴിഞ്ഞ് സ്നേഹിക്കണം ഇന്ത്യയിലെ ജനങ്ങളെ. ഇവിടെ മുസൽമാനുണ്ട്, ക്രൈസ്തവരുണ്ട്, ജൂതനുണ്ട്, പാഴ്സിയുണ്ട്, നാനാ വിഭാഗങ്ങൾ ഇന്ത്യയിൽ ജീവിക്കുന്നു. ഇവരെയൊക്കെ നമ്മളൊക്കെ സ്നേഹത്തോടെയും ആദരവോടുകൂടിയും പരസ്പരം ബഹുമാനിക്കേണ്ടതുണ്ട്. ഇവരൊക്കെ ആദം നബിയുടെയും ഹവ്വാ ബീവിയുടെയും മക്കളാണ് എന്ന് നമ്മളൊക്കെ ആലോചിക്കേണ്ടതുണ്ട്. അതിലുപരി നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവരെല്ലാവരും ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉമ്മത്തിൽപ്പെട്ട ആളുകളാണ്. എല്ലാ ആളുകളും, ഹിന്ദുവും മുസൽമാനും ക്രൈസ്തവനും ജൂതനും പാഴ്സിയും ജൈനനും എല്ലാ ആളുകളും ഒറ്റ നബിയുടെ ഉമ്മത്തിൽപ്പെട്ട ആളുകളാണ്. പല ആളുകൾ പല വിഭാഗങ്ങളിലേക്ക് മാറിയെങ്കിലും നമ്മളൊക്കെ നിലകൊള്ളുന്നത് നമുക്ക് സന്തോഷമാണ്. നമ്മളാണ് ഇന്ത്യ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി കൂടുതൽ പോരാടിയ ആളുകൾ എന്ന് ആലോചിക്കുമ്പോൾ നമ്മളെയാണ് ഇന്ന് CAA ഒന്നുകൊണ്ടും ഏക സിവിൽ കോഡ് വന്നുകൊണ്ടും തളച്ചിടാൻ ശ്രമിക്കുന്നത്. അതൊന്നും ഇന്ത്യയിൽ വില പോവുകയില്ല. നമ്മളൊക്കെ ഒറ്റക്കെട്ടായി നിന്ന് കഴിഞ്ഞാൽ മതേതരത്വം എവിടെ സൂക്ഷിക്കണം, മതസൗഹാർദ്ദം കാത്തു സൂക്ഷിക്കണം. എപ്പോഴും നമ്മളൊക്കെ നമ്മുടെ അയൽവാസികളോ, അതുകൊണ്ടല്ലേ മുത്തുനബി തങ്ങൾ പറഞ്ഞത്, അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ വയറ് നിറച്ച് ഭക്ഷിക്കുന്നവൻ മുഅ്മിനല്ല. ഈ അയൽവാസി ഹിന്ദുവായിക്കോട്ടെ, ക്രൈസ്തവനായിക്കോട്ടെ, മറ്റേത് മതവിഭാഗത്തിൽപ്പെട്ട ആളായിക്കോട്ടെ, അവന് വേണ്ടി എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കണം എന്നല്ലേ ഹബീബായ നബി തങ്ങൾ പറഞ്ഞത്. അതുകൊണ്ട് നമ്മളൊക്കെ ഈ ഒരു ദിവസത്തിന്റെ ഒരു തീം, ഒരു ആശയം പങ്കുവെക്കുകയാണ് നിങ്ങളോടൊക്കെ. നമ്മുടെയൊക്കെ ഇൻക്രെഡിബിൾ ഇന്ത്യ, വൈവിധ്യങ്ങളുടെ ഇന്ത്യയാണ് നമ്മൾ ജീവിക്കുന്നത്. ഇതിൽ ഒരുപാട് മതസ്ഥരുണ്ട്. എല്ലാവരെയും നമ്മുടെ സഹോദരി സഹോദരന്മാരായി കണ്ടുകൊണ്ട് മുന്നോട്ട് പോവാൻ അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മളൊക്കെ പ്രതിജ്ഞയിൽ പറഞ്ഞ പോലെ we are Indians, I love my country, we are brothers and sisters. നമ്മളൊക്കെ സഹോദരി സഹോദരന്മാരാണ്. ഇൻഷാ അല്ലാഹ് ഈ ഒരു നമ്മളൊക്കെ മുന്നോട്ട് പോകേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല കാത്തുരക്ഷിക്കട്ടെ. വർഗീയ ശക്തികളിൽ നിന്നും നമ്മുടെ ഇന്ത്യ രാജ്യത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല പരിപൂർണമായ സംരക്ഷണം നൽകി അനുഗ്രഹിക്കട്ടെ. ഖിയാമത്ത് നാൾ വരെ ഇന്ത്യക്ക് ഒരു പ്രത്യേകതയുണ്ട്. ആ പ്രത്യേകതയും പവിത്രതയും നിലനിർത്തി അല്ലാഹു നമുക്കൊക്കെ ഇന്ത്യ മണ്ണിൽ തന്നെ ജീവിക്കാനും ഇവിടെ മരിക്കാനും അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ.